കൂട്ടുകാരെ, എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പേജ് 48 മുതൽ പേജ് 51 വരെയുള്ള പ്രവർത്തനങ്ങളും അതിൽ നിന്നും എത്തുന്ന നിഗമനങ്ങളും ആണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളാണ് എയും ബിയും. അപ്പോൾ ഒരു വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും വൃത്തത്തെ രണ്ട് ചാപങ്ങളായി ഭാഗിക്കും. അതാണ് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്. വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും വൃത്തത്തെ രണ്ട് ചാപങ്ങളായി ഭാഗിക്കും. അപ്പോൾ ഇവിടെ എ ബി എന്ന രണ്ട് ബിന്ദുക്കൾ ഈ തന്ന വൃത്തത്തെ ഭാഗിച്ചാൽ നമുക്ക് ഈ വലതുവശത്തുള്ള ചിത്രം കിട്ടും. ഇവിടെ നമുക്ക് പച്ച നിറത്തിലുള്ള ഒരു ചാപം എ ബിയും അതുപോലെ ചുവന്ന ഒരു എ ബി ചാപവും ഉണ്ട്. അതായത് വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും വൃത്തത്തെ രണ്ട് ചാപങ്ങളായി ഭാഗിക്കും. ഇവിടെ പച്ചച്ചാപം എ ബി ചുവന്ന ചാപത്തിന്റെ മറുചാപം അല്ലെങ്കിൽ എതിർചാപം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നമുക്ക് ചുവന്ന എ ബി ചാപത്തെ പച്ച എ ബി ചാപത്തിന്റെ മറുചാപം അല്ലെങ്കിൽ എതിർചാപം എന്ന് പറയാം. വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും വൃത്തത്തെ രണ്ട് ചാപങ്ങളായി ഭാഗിക്കും. ഒരു ചാപം മറ്റേ ചാപത്തിന്റെ മറുചാപം അല്ലെങ്കിൽ എതിർചാപം എന്ന് അറിയപ്പെടും. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. അത് ഒന്നുകൂടി പറയുന്നു എന്നാണ്, റീക്യാപ്പ് ചെയ്യുന്നതാണ്. ഒരു ചാപത്തിന്റെ കേന്ദ്രകോണും അതിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ എതിർചാപത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണും തമ്മിൽ എന്താണ് ബന്ധം? അതായത് ഇവിടെ എ ബി എന്ന ഒരു ചാപമുണ്ട്, അതിൻ്റെ കേന്ദ്രകോണാണ് AOB. ഇനി ഇതിൻ്റെ അറ്റങ്ങളായ എയും ബിയും മറുചാപത്തിലെ ഒരു ബിന്ദു പിയുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണാണ് APB. അപ്പോൾ ഇവിടെ ഈ കേന്ദ്രകോൺ AOBയും എതിർചാപത്തിലെ കോൺ APBയും തമ്മിൽ എന്താണ് ബന്ധം? അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നമ്മുടെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും എതിർചാപത്തിലെ ഒരു കോണിൻ്റെ അളവ്. അതും ഓർത്തു വയ്ക്കുക. വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ AB മറുചാപത്തിലെ ഏതു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ, ഇവിടെ P, അതായത് APB എന്തായിരിക്കും? ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ AOB C ഡിഗ്രി എന്നെടുത്താൽ നമുക്ക് കോൺ APB C/2 എന്ന് കിട്ടും. അതാണ് നമ്മൾ വലതുവശത്തെ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റായി ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്? വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ മറുചാപത്തിലെ ഏതു ബിന്ദുവുമായും യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് ശ്രദ്ധിക്കൂ. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തെ രണ്ട് ചാപങ്ങളായി മുറിക്കുന്നു. ഈ ബിന്ദുക്കൾ ഇവയിലെ ഒരു ചാപത്തിലെ ബിന്ദുക്കളുമായി യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന കോണുകൾ എല്ലാം തുല്യമാണ്. അതായത് AB എന്നീ രണ്ട് ബിന്ദുക്കൾ മൊത്തം വൃത്തത്തെ പച്ച ചാപം അതേപോലെ ചുവന്ന ചാപം രണ്ടായി മുറിക്കുന്നു.
ഇനി ഈ ബിന്ദുക്കൾ, അതായത് എയും ബിയും എന്താണ്, ചുവന്ന ചാപത്തിലെ പല ബിന്ദുക്കളുമായി യോജിപ്പിച്ചാൽ നമുക്ക് പല കോണുകൾ കിട്ടും. ഈ ചിത്രത്തിൽ എയും ബിയും ചുവന്ന ചാപത്തിലെ പി ക്യു എന്നീ രണ്ട് ബിന്ദുക്കളുമായി യോജിപ്പിക്കുമ്പോൾ നമുക്കിവിടെ എ പി ബി എന്ന കോണും എ ക്യു ബി എന്ന കോണും കിട്ടുന്നുണ്ട്. ആ കോണുകളുടെ അളവുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഒരു ചാപത്തിനുള്ളിൽ ഉള്ള കോണുകളെല്ലാം തന്നെ തുല്യമായിരിക്കും എന്നാണ് ഇവിടെ സിമ്പിളായി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം, നമുക്ക് ഒരു ചാപമുണ്ട്, പിന്നെ മറുചാപമാണ്. അപ്പോൾ ഒരു ചാപമുണ്ട്, മറുചാപമുണ്ട്. ഇനി ആ ചാപത്തിൽ, ഒരേ ചാപത്തിലുള്ള എല്ലാ കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺ എ പി ബിയും കോൺ എ ക്യു ബിയും എന്താണ്, വലിയ ആ ചുവന്ന ചാപത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ചാപത്തിലുള്ള രണ്ട് കോണുകൾ ശ്രദ്ധിച്ചാലോ. ഇപ്പോൾ വലതുവശത്തുള്ള ചിത്രത്തിൽ ചെറിയ ചാപത്തിലെ രണ്ട് കോണുകളാണ് എ പി ബിയും എ ക്യു ബിയും. അതും എന്തായിരിക്കും, തുല്യമായിരിക്കും. എന്തുകൊണ്ട് തുല്യമായിരിക്കും എന്ന് ഒന്ന് നോക്കിയാലോ. അത് നമുക്ക് മനക്കണക്കായി ചെയ്യാം. ഇപ്പൊ ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ കോൺ എ ഒ ബി 100 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അത് നമ്മുടെ ചെറിയ ചാപത്തിന്റെ കേന്ദ്രകോണാണ്. അപ്പോൾ വലിയ ചാപത്തിൽ, മറുചാപത്തിലെ കോണ് 50 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ കോൺ എ പി ബി 50 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ എ ക്യു ബി 50 ഡിഗ്രിയാണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു ചാപത്തിലുള്ള എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതേപോലെ തന്നെയാണല്ലോ ഇവിടെയും. ഇവിടെ വലിയ ചാപത്തിന്റെ കേന്ദ്രകോൺ 260 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ എ പി ബി 130 ഡിഗ്രി ആയിരിക്കും, കോൺ എ ക്യു ബി 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും രണ്ടും തുല്യമാണെന്നറിയാം. അപ്പോൾ നമുക്ക് പൊതുവായി എന്ത് പറയാം, ഒരു ചാപത്തിലെ എല്ലാ കോണുകളും തുല്യമായിരിക്കും എന്ന് പറയാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു ചാപത്തിലെയും മറുചാപത്തിലെയും ബിന്ദുക്കളുമായി യോജിപ്പിച്ചുണ്ടാകുന്ന കോണുകൾ തമ്മിൽ എന്താണ് ബന്ധം? ചിത്രം നോക്കിയാലോ. ഇതാ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, എ പി ക്യു എന്ന ഒരു ചാപമുണ്ട്. ഇതിന്റെ മറുചാപം എന്ന് പറയുമ്പോൾ എയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന ആ ചുവന്ന ചാപമാണ്. അപ്പൊ ഇവിടെ ചെറിയ ചാപത്തിലുള്ള എ പി ക്യൂവും മറുചാപത്തിലുള്ള എ ആർ ക്യൂവും തമ്മിൽ എന്താണ് ബന്ധം? അതാണ് ചോദ്യം. ഇവിടെ എ പി ക്യൂ 130 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ എ ആർ ക്യൂ എന്തായിരിക്കും? നമുക്കത് കണ്ടുപിടിച്ചാലോ. നോക്കാം. ഇവിടെ കോൺ എ പി ക്യൂ 130 ഡിഗ്രി ആയതുകൊണ്ട് വലിയ ചാപത്തിന്റെ കേന്ദ്രകോൺ ഇതിന്റെ ഇരട്ടി 260 ഡിഗ്രി ആയിരിക്കും. ശരിയാണല്ലോ. അത് 260 ഡിഗ്രി ആയതുകൊണ്ട് നമ്മുടെ ചാപം എ പി ക്യൂവിന്റെ കേന്ദ്രകോണിന്റെ ഡിഗ്രി എത്രയായിരിക്കും? രണ്ടും കൂട്ടിയാൽ 360 വേണം. അപ്പോൾ 360 മൈനസ് 260 100 ഡിഗ്രി എന്ന് കിട്ടും.
ചാപം എ പി ക്യൂവിൻ്റെ കേന്ദ്രകോണ് 100 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ കോൺ എ ആർ ക്യൂ അത് മറുചാപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും. 100ൻ്റെ പകുതി 50 ആയിരിക്കും. അപ്പോൾ നമുക്ക് കോൺ എ ആർ ക്യൂ 50 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോൺ എ ആർ ക്യൂവും കോൺ എ പി ക്യൂവും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. ഓക്കെ, അതായത് വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ എ ക്യൂ അവ നിശ്ചയിക്കുന്ന ഒരു ചാപം, അതായത് എ പി ക്യൂ, മറുചാപം എ ആർ ക്യൂ, അതിലുണ്ടാക്കുന്ന കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ചാപത്തിലെയും മറുചാപത്തിലെയും ബിന്ദുക്കളുമായി യോജിപ്പിച്ചുണ്ടാകുന്ന കോണുകൾ 180 ഡിഗ്രി ആയിരിക്കും. ഈ ചാപത്തിലുള്ള ഒരു കോണും മറ്റേ ചാപത്തിലുള്ള കോണും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ കോൺ എ പി ക്യൂ 30 ഡിഗ്രി ആയാൽ കോൺ എ ആർ ക്യൂ 50 ഡിഗ്രി ആയിരിക്കും. കാരണം കോൺ എ പി ക്യൂവിൻ്റെ മറുചാപത്തിലാണ് എ ആർ ക്യൂ ഉള്ളത്. അപ്പോൾ ചാപവും എതിർചാപവും അതിലുള്ള കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് 3-4 നിഗമനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ഒരുമിച്ച് പറയാം. ഇനി അടുത്ത കാര്യം നോക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് തെളിയിക്കാം. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ അവ നിശ്ചയിക്കുന്ന ഒരു ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് എന്ന് തെളിയിക്കുക. എങ്ങനെ തെളിയിക്കാം? അപ്പോൾ സ്റ്റെപ്പ് 1 വൃത്തത്തിലെ എ ബി എന്നീ രണ്ട് ബിന്ദുക്കൾ നിശ്ചയിക്കുന്ന ചാപങ്ങൾ എ പി ബിയും എ പി ക്യൂവും ആണ് എന്ന് കരുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2 നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. വൃത്തത്തിലെ രണ്ടു ബിന്ദുക്കൾ ഉണ്ടാക്കുന്ന ഒരു ചാപത്തിൻ്റെയും മറുചാപത്തിൻ്റെയും കേന്ദ്രകോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് ചാപം എ പി ബിയുടെ കേന്ദ്രകോണ് സി ഡിഗ്രി എന്നെടുത്താൽ എ പി ക്യൂവിൻ്റെ കേന്ദ്രകോണ് 360 മൈനസ് സി ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് ആ ചിത്രം നോക്കൂ. വൃത്തത്തിൽ നമുക്ക് എയും ബിയും രണ്ട് ബിന്ദുക്കളുണ്ട്. അവ നിശ്ചയിക്കുന്ന ചാപങ്ങളാണ് എ പി ബി, അതിൻ്റെ മറുചാപമാണ് എ ക്യു ബി. ഇനി എന്തായിരിക്കും? എ പി ബിയുടെ കേന്ദ്രകോണ് പ്ലസ് എ ക്യു ബിയുടെ കേന്ദ്രകോണ് 360 ഡിഗ്രിയാണ്. ചാപവും മറുചാപവും അവയുടെ കേന്ദ്രകോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഇനി എ പി ബിയുടെ കേന്ദ്രകോണ് സി ഡിഗ്രി ആണെങ്കിൽ എ ക്യു ബിയുടെ കേന്ദ്രകോൺ 360 മൈനസ് സി ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ ഭാഗമായി വരുന്ന മറുചാപത്തിലുള്ള ഒരു ബിന്ദുവിൻ്റെ കോൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ക്യു ബി എന്ന മറുചാപത്തിലെ ഒരു ബിന്ദുവാണ് ക്യൂ. അവിടെയുള്ള കോണ്, അതായത് എ ക്യു ബി എന്ന കോണ് എന്തായിരിക്കും? ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ ഭാഗമായി വരുന്ന മറുചാപത്തിലുള്ള ഒരു ബിന്ദുവിൻ്റെ കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അതുകൊണ്ട് കോൺ എ ക്യു ബി എന്ന് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
c/2 എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ, അതായത് AB ഭാഗമായി വരുന്ന മറുചാപത്തിലുള്ള ഒരു ബിന്ദുവിന്റെ കോൺ, അതായത് APB, അതെന്തായിരിക്കും? നമ്മുടെ ചാപം AQB-യുടെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അപ്പോൾ കോൺ APB എന്തായിരിക്കും? 360 മൈനസ് C/2. അപ്പോൾ 180 മൈനസ് C/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് കോണുകളും ഒന്ന് കൂട്ടി നോക്കൂ. ഇതാ, ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ എന്താണ് കിട്ടുന്നത്? അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ്. കോൺ APBയും കോൺ AQBയും കൂട്ടിയാൽ എന്താണ്? 180 മൈനസ് C/2 പ്ലസ് C/2. ചിത്രത്തിൽ നോക്കൂ. അപ്പോൾ എന്താണ്? 180 മൈനസ് C/2ഉം C/2ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും, ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ അവ നിശ്ചയിക്കുന്ന ഒരു ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഓക്കെ, അപ്പോൾ ഇത് തെളിയിക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ നിശ്ചയിക്കുന്ന ഒരു ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചാപത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണ് അതിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ വൃത്തത്തിലെ കോൺ. അത് മനസ്സിലാക്കി. ഇനി രണ്ടാമത്, ഒരു ചാപത്തിലെ എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതാണ് രണ്ടാമത് മനസ്സിലാക്കിയത്. പിന്നെ മൂന്നാമത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി ചാപത്തിന് പകരം വൃത്തഖണ്ഡം എന്ന് പറയുന്ന ഒരു പദം ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാപത്തിന് പകരം നമ്മൾ എന്താണ് വൃത്തഖണ്ഡമെന്നും അതും കോണും തമ്മിൽ എന്താണ് ബന്ധമെന്നുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വൃത്തഖണ്ഡം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇവിടെ നമുക്ക് വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് നമുക്ക് ഒരു വര വരച്ചാൽ അതിനെ ഞാൺ എന്നാണല്ലോ പറയുക. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ AB എന്ന ഞാണ് നമ്മുടെ മൊത്തം വൃത്തത്തിൻ്റെ പരപ്പളവിനെ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. പരപ്പളവിനെ ഭാഗിച്ചാൽ ഇവിടെ നമുക്ക് ചെറിയ ഒരു ഭാഗവും വലിയ ഒരു ഭാഗവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വൃത്തപരപ്പിനെ ഭാഗിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ഭാഗങ്ങളെയാണ് വൃത്തഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ചാപം വൃത്തത്തെയാണ് മുറിക്കുന്നത്. ഇവിടെ എന്താണ്? ഞാണ് പരപ്പളവിനെയാണ് ഭാഗിക്കുന്നത്. അപ്പോൾ വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഒരു ഞാൻ വൃത്തപരപ്പിനെ രണ്ട് ഭാഗങ്ങളാക്കും. ഇവിടെ പച്ചയും അതുപോലെ ഇത് മഞ്ഞയും. ഇത്തരം വൃത്തഭാഗങ്ങളെയാണ്
വൃത്തഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പച്ച നിറത്തിലുള്ള ഈ ചെറിയ ഭാഗമാണ് വൃത്തഖണ്ഡം. അതേപോലെ ഈ മഞ്ഞ അതും എന്താണ്? ഒരു വൃത്തഖണ്ഡമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു വാക്കും കൂടി മനസ്സിലാക്കാം. മറുഖണ്ഡം. എളുപ്പമാണ്. മറുഖണ്ഡം എന്ന് പറയുന്ന സമയത്ത് എന്താണ്? എ ബിയുടെ അതായത് ഈ ചെറിയ വൃത്തഖണ്ഡത്തിൻ്റെ മറുഖണ്ഡമാണ് നമ്മുടെ വലിയ വൃത്തഖണ്ഡം. ഓക്കെ, അപ്പോൾ മറുഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വൃത്തഖണ്ഡത്തിനെയാണ് നമ്മൾ മറുഖണ്ഡം എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഒരു ഞാൻ മുറിച്ചുണ്ടാക്കുന്ന വൃത്തഖണ്ഡങ്ങളിൽ ഒന്നിനെ മറ്റൊന്നിൻ്റെ മറുഖണ്ഡം എന്ന് പറയാം. അപ്പോൾ വൃത്തഖണ്ഡത്തിൻ്റെ നിർവചനം മനസ്സിലായല്ലോ. ഒരു ഞാൻ വൃത്തത്തെ അല്ല, വൃത്തപരപ്പിനെ രണ്ട് ഭാഗങ്ങളാക്കും. ആ ഭാഗങ്ങളെയാണ് വൃത്തഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. വൃത്തഖണ്ഡങ്ങളിൽ ഒന്ന് മറ്റേതിൻ്റെ മറുഖണ്ഡമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപത്തിൻ്റെ ഇതിൽ നമ്മൾ മറുചാപം അല്ലെങ്കിൽ എതിർ ചാപം എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ മറുഖണ്ഡം എന്നും കൂടി വന്നു. ഇനി നമുക്ക് ഈ വൃത്തഖണ്ഡവും അതേപോലെ തന്നെ വൃത്തത്തിലെ കോണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി എന്ന ഞാൻ വൃത്തത്തിൻ്റെ പരപ്പളവിനെ രണ്ടായി ഭാഗിച്ച് രണ്ട് വൃത്തഖണ്ഡങ്ങളുണ്ട്. പച്ച വൃത്തഖണ്ഡവും അതേപോലെ തന്നെ ഇതൊരു മഞ്ഞ എന്ന് വിചാരിച്ചു, മഞ്ഞ വൃത്തഖണ്ഡവും. ഓക്കെ, മഞ്ഞയാണത്. ഇനി ഇവിടെ രണ്ട് കോണുകളുണ്ട്, എ പി ബിയും എ ക്യു ബിയും. അത് രണ്ടും ഒരേ വൃത്തഖണ്ഡത്തിലാണ്. വലിയ വൃത്തഖണ്ഡത്തിലുള്ള രണ്ട് കോണുകളാണ് ഇവ. അപ്പോൾ ഈ കോണുകളുടെ അളവുകൾ എന്തായിരിക്കും? അതാണ് ആദ്യം പരിശോധിക്കുന്നത്. ഒരു വൃത്തഖണ്ഡത്തിൽ രണ്ടോ അതിൽ കൂടുതലോ കോണുകളുണ്ട്. അവ തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇത് ഒരു ചിത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ വൃത്തഖണ്ഡത്തിലുള്ള രണ്ട് കോണുകൾ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ വലതുവശത്തുള്ള ചിത്രത്തിൽ എ പി ബി എന്ന കോണും എ ക്യു ബി എന്ന കോണും ചെറിയ വൃത്തഖണ്ഡത്തിലാണ്. അതിലും ആ കോണുകൾ തമ്മിൽ എന്താണ് ബന്ധം? ഈ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഒരു ചാപത്തിലുള്ള കോണുകൾ തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും എന്താണ്? ഒരു വൃത്തഖണ്ഡത്തിലെ എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ കോൺ എ പി ബിയും കോൺ എ ക്യു ബിയും വലിയ വൃത്തഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. അതായത് വലിയ ചാപം എ ബിയുടെ ഭാഗമാണ്. അങ്ങനെയും പറയാം. വലിയ ചാപം എ ബിയുടെ ഭാഗമായതുകൊണ്ട് കോൺ പിയും കോൺ ക്യൂവും മറുചാപമായ ചെറിയ ചാപം എ ബിയുടെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും, അല്ലേ? ചെറിയ ചാപം എ ബിയുടെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും കോൺ പിയും കോൺ ക്യൂവും. അപ്പോൾ തുല്യമല്ലേ? അതെ. ഇനി ഇവിടെയോ? കോൺ എ പി ബിയും കോൺ എ ക്യു ബിയും ചെറിയ ചാപത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കോൺ പിയും ഈ കോൺ ക്യൂവും
വലിയ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. രണ്ടും കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ തുല്യമല്ലേ? അപ്പോൾ നമുക്ക് എന്തെത്താം? ഒരു നിഗമനത്തിലെത്താം. വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ഒരു വൃത്തഖണ്ഡത്തിലെയും മറുഖണ്ഡത്തിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ചിത്രവും ഒരുമിച്ചെടുക്കുമ്പോൾ ഇവിടെ കോൺ എ പി ബിയും ഇതിൽ നമുക്ക് കോൺ എ ക്യൂബ് എടുക്കാം. അത് രണ്ടും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതൊന്ന് നോക്കൂ. ഇവിടെ നമുക്ക് ചെറിയ ചാപം എ ബിയുടെ കേന്ദ്രകോണ് സി ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഇതിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വൃത്തകേന്ദ്രവുമായി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സി എന്ന് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സി എന്ന് കിട്ടി. ഇത് സി ആണെങ്കിൽ നമ്മുടെ കോൺ എ പി ബി സി ബൈ 2 ആയിരിക്കും. ആണല്ലോ. ഇനി ഈ കോണ് സി ആണെങ്കിൽ ഇവിടെ നമുക്ക് കേന്ദ്രകോൺ എത്രയായിരിക്കും? ഈ വലിയ വൃത്തത്തിൻ്റെ കേന്ദ്രകോണ് 360 മൈനസ് സി ആയിരിക്കും. ഓക്കെ, 360 മൈനസ് സി ആയിരിക്കും ഏതിൻ്റെ? വലിയ ചാപത്തിൻ്റെ കേന്ദ്രകോൺ. ഇത് 360 മൈനസ് സി ആണെങ്കിൽ ഇതിൻ്റെ പകുതി, അപ്പോൾ ബൈ 2. അപ്പോൾ 180 മൈനസ് സി ബൈ 2 ആയിരിക്കും ഇത്. 180 മൈനസ് സി ബൈ 2 ആയിരിക്കും കോൺ എ ക്യൂബി. ഇനി ഈ രണ്ടും ഒന്ന് കൂട്ടി നോക്കൂ. അപ്പോൾ സി ബൈ 2 ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ വൃത്തഖണ്ഡത്തിലെ ഒരു കോണും മറുഖണ്ഡത്തിലെ ഒരു കോണും കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? അതിൻ്റെ നിഗമനങ്ങൾ ഒന്ന് എഴുതി നോക്കിയാലോ. ഒന്നാമത്തെ നിഗമനം, വൃത്തത്തിലെ ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ മറുചാപത്തിലെ ഏതു ബിന്ദുവുമായും യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. ഇത് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? നമുക്ക് കേന്ദ്രകോണിൻ്റെ പകുതിയാണ് വൃത്തത്തിലെ കോണിൻ്റെ അളവ്, മറുചാപത്തിലെ വൃത്തകോണിൻ്റെ അളവ്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതാണ് ഒന്നാമത്തെ നിഗമനം. ഇനി രണ്ടാമത്തേത് എന്താണ്? ഒരേ ചാപത്തിലുള്ള കോണുകളെല്ലാം തുല്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തെ രണ്ട് ചാപങ്ങളായി മുറിക്കും. ഈ ബിന്ദുക്കൾ ഇവയിലെ ഒരു ചാപത്തിലെ ബിന്ദുക്കളുമായി യോജിപ്പിച്ചുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? ഒരു ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ നിശ്ചയിക്കുന്ന ഒരു ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുക
180 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാപവും കോണും തമ്മിലാണ് ബന്ധം. ഇനി നമ്മൾ വൃത്തഖണ്ഡം വെച്ചിട്ടുള്ള ഒരു പോയിന്റാണ് പറയുന്നത്. അതിലെന്താണ് പറയുന്നത്? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. അതുപോലെ ഒരു വൃത്തഖണ്ഡത്തിലെയും മറുഖണ്ഡത്തിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 4 പോയിന്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെച്ച് അത് ഓർത്ത് വയ്ക്കുക. ഇതിനെ ബേസ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് പേജ് 51-ലെ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ നിഗമനങ്ങളുമായി ബന്ധപ്പെട്ട പേജ് 51-ലെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഹരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയുമായുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.